അപ്പൊ നമ്മുടെ ഇതാ കല്ലുമ്മക്കായ ഫ്രൈ, വെറുതെ ഒരു ഫ്രൈ അല്ല കേട്ടോ, വെറുതെ മുക്കിപ്പൊരിക്കല്ല, കുറെ സ്പെഷ്യൽ മസാല ഇട്ട് ഫ്രൈ ചെയ്താണ്. നമുക്ക് അതിന്റെ ഒരു തിക്നെസ് ഉണ്ട്, അതിന്റെ കോട്ടിങ് എന്താന്നുള്ളത് സീക്രട്ട് ആണ്. വീഡിയോ അവസാനം വരെ കണ്ടറിയാൻ മനസ്സിലാവുള്ളൂ. കാരണം ഇതിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല ചൂടോടെ കറുമുറുന്നിരിക്കുന്നതിന്റെ സ്മെല്ല് ഇതാ ഇവിടെ ആകെ പരക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ടേസ്റ്റ് ആണ്. വറുത്ത് കോരുമ്പോ തന്നെ ചൂടോടെ എടുത്ത് വായിലിട്ട് വായി പൊള്ളിയാളാണ് ഇതേ ഇരിക്കുന്നത്. സ്മെല്ല് വരുമ്പോ തന്നെ അത്ര അടിപൊളിയാണ്. പുറത്ത് നല്ല കരിമുര്, ഉള്ളിൽ നല്ല സോഫ്റ്റ്, അടിപൊളി. നല്ല മത്തിയുടെ മുട്ടയുണ്ടല്ലോ, പൊരിച്ച് വറുത്ത് കോരി എടുക്കാനുള്ള ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. കല്ലുമ്മക്കായ്ക്ക് നോർമലി അങ്ങനെ ഒരു ടേസ്റ്റ് അല്ല, പക്ഷെ നമ്മുടെ മസാലയുടെ ഹൈലൈറ്റും കൂടെ വന്നപ്പോൾ സാധനം അങ്ങോട്ട് പൊളിച്ചുട്ടാ. തിന്നാലും മതിയാകത്തില്ല, വീണ്ടുകൊണ്ടേയിരിക്കും. സത്യത്തിൽ നല്ല ചൂട് ചോറിൽ കുറച്ച് മോര് കാച്ചി ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് 5-6 വെച്ചൊരു പിടിപിടിച്ചാണ്ടല്ലോ, ഓ എൻ്റെ മാഷേ പൊളിക്കും അല്ലേ, മാസ്. നമ്മളേ കണ്ണൂരൊക്കെ പോകുമ്പോൾ ഇതിന്റെ അരിക്കുടുക്ക കിട്ടില്ലേ, ഇത് വെച്ചിട്ട് അരിയിൽ പൊടി, പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അരിയുടെ ടേസ്റ്റാണ് കൂടുതൽ. കല്ലുമ്മക്ക ഇച്ചിരിയല്ലേ ഉണ്ടാവുള്ളൂ. ഇത് കല്ലുമ്മക്ക അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മസാലയിൽ ഇതിങ്ങനെ പൊരിഞ്ഞ് ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ മാഷേ കിടുക്കി തകർത്തു. അപ്പൊ കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോടുകാർക്ക് ഇഷ്ടം പോലെ കൊല്ലുമ്മക്കായ കിട്ടൂലോ. അന്നമ്മയുടെ റെസിപ്പി വെച്ച് ഒന്നുണ്ടാക്കി നോക്ക്. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാനിത് അങ്ങോട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ തന്നെ തിന്ന് തീർക്കും. അത്ര അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ പുഴുങ്ങി തോടിൽ നിന്ന് മാറ്റി വൃത്തിയാക്കി കല്ലുമ്മക്കായാണ് നമുക്ക് കിട്ടുക. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചേർക്കാം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണും സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂണും ചേർക്കുക. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരപ്പൊടി എല്ലാം കൂടെ ഓരോ ടീസ്പൂൺ വീതം ചേർക്കാം. ക്രഷ്ഡ് ചില്ലി 1 ടീസ്പൂൺ ചേർക്കാം. അതിനുശേഷം 10 ഗ്രാം വീതം ഓരോന്നുണ്ട് അരിപ്പൊടി, മൈദ, കോൺഫ്ലവർ ചേർക്കാം. ഇനി വലിയൊരു പിടി കറിവേപ്പില ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. വലിയൊരു നാരങ്ങയുടെ നീരെടുത്തിട്ട് അതും കൂടെ ചേർത്ത് തിരുമ്മി പിടിപ്പിച്ച് ഒരു 1 അവർ വെക്കാം. നാരങ്ങ നീര് വേണ്ടാന്നുണ്ടെങ്കിൽ വിനാഗിരി ഉപയോഗിച്ചോളൂ. 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നല്ല വെളിച്ചെണ്ണയിലിങ്ങ് മുക്കി പൊരിച്ചെടുക്കാം. കിഡ് രുചിയുള്ള കല്ലുമ്മക്കായ സ്പെഷ്യൽ ഫ്രൈ റെഡിയാണ്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ എന്നുള്ള 3 സോഷ്യൽ മീഡിയയിലായിട്ട് ഏകദേശം 3000-ലധികം റെസിപ്പീസ് നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസാണ്. അപ്പം നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ബാക്കിയുള്ളവർ മടിക്കാതെ ചെയ്യണം. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സ്വന്തം അന്നമ്മ.